ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണാൽ അവന്റെ കൂടപ്പിറപ്പായി അവന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്. അവന്റെ വിഷമങ്ങളും അവന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലൂടെയാണ് ഈ ദുനിയാവാകുന്ന ലോകത്തവൻ ജീവിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഇടയിലൂടെയാണ് മനുഷ്യർ ഈ ഭൂമി ലോകത്ത് ജീവിക്കാറുള്ളത്. അവരെ പടച്ചിരിക്കുന്നത് തന്നെ പ്രയാസങ്ങളുടെ ഇടയിലൂടെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നാം മറന്നു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരു ജനാസ മുത്തനബിയുടെ അരികിലൂടെ കൊണ്ടുപോകുമ്പോ ഒരു മനുഷ്യന്റെ മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ അലൈഹി ജനാസ. ഒരു ജനാസ മുത്തനബിയുടെ അടുക്കലൂടെ പോകുമ്പോ ആ ജനാസയെ നോക്കിക്കൊണ്ട് മുത്തനബി സഹാബത്തിനോട് പറയുകയാ, ഫഖാല മുസ്തരീഹൻ വ മുസ്തറാഹുൻ മിൻഹു. ആ ജനാസയെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള പറയുകയാണ്, ആ പോകുന്ന മയ്യിത്ത് ഒന്നുകിൽ സമാധാനത്തോടുകൂടെ പോവുകയാണ്, അതല്ലെങ്കിൽ ആ മനുഷ്യൻ മരണപ്പെടലോടുകൂടെ അവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ സമാധാനം ലഭിച്ചിരിക്കുകയാണ്. രണ്ടാലൊരു കാര്യം നേടിക്കൊണ്ടാണ് ഈ ദുനിയാവിൽ നിന്നൊരു മനുഷ്യൻ പോകുന്നത്. ഒന്നുകിൽ അവന് സമാധാനമുണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവൻ പോയതിന്റെ സമാധാനമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നുകൊണ്ടാണ് ദുനിയാവിൽ നിന്ന് മടങ്ങുന്നത്. ഈ വിഷയം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൽ മുസ്തരീഹു വൽ മുസ്തറാഹു മിൻഹു. മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? മുസ്തറാഹു മിൻഹു എന്ന് പറഞ്ഞാൽ എന്താ? സാഹിത്യത്തിന്റെ കലവറകളായ അറബി ഭാഷയിൽ അഗ്രഗണ്യന്മാരായ സഹാബത്താണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നബുവത്തിന്റെ വാചകങ്ങളിലൂടെ അവിടുന്ന് പറഞ്ഞു കൊടുത്ത വാചകത്തിന്റെ അർത്ഥം എന്താണ് എന്ന് സഹാബത്ത് ചോദിക്കുകയാണ്. ഇതിൽ തന്നെ വലിയ ആശയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പുതിയ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോ പുത്തൻവാദികളായ ആളുകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ദുർവ്യാഖ്യാനങ്ങളുമായി ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങളെ കേവലമായി ഡിക്ഷണറികളിലൂടെയും അല്ലെങ്കിൽ പരിഭാഷകളിലൂടെയും മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിനെ അളവെടുക്കാൻ വരുന്നവരായ ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആശയം പറയാൻ വേണ്ടി ഒരു മദ്രസയിൽ പോലും പഠിച്ചിട്ടില്ലാത്തവരായ ആളുകൾ താടി വളർത്തിയിട്ട് തൊപ്പി പോലും ധരിക്കാതെ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയുമ്പോ അവര് ഖുർആനിന്റെ പരിഭാഷപ്പെടുത്തിയ ആശയങ്ങൾ പറഞ്ഞു തരുമ്പോ അതിൽ നിങ്ങൾ വീണുപോകാൻ പാടില്ല എന്ന് സഹാബത്ത് പഠിപ്പിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ നബുവത്തിന്റെ വാചകമായി അറബി ഭാഷയിൽ അറബികളായ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ആ വാചകത്തെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, മൽ മുസ്തരീഹു വൽ മുസ്തറാഹു. നബിയെ, അങ്ങ് പറഞ്ഞ മുസ്തരീഹ് എന്ന പ്രയോഗം അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നബിയേ. അതിന്റെ അർത്ഥം എന്താണ് നബിയേ? വൽ മുസ്തറാഹു മിൻഹു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ആശയം എന്താണ് നബിയേ എന്ന് സഹാബത്ത് മുത്തുനബിയോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അതിന് വിശദീകരണം നൽകുകയാ. ഓ സഹാബാ, മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ അൽ അബ്ദുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യനാണ്. ഒരു മുഅ്മിനായ മനുഷ്യനാണ് അവൻ. ഈ ഭൂമി ലോകത്ത് നിന്ന് അവനെ വിട പറയുന്ന സമയത്ത്, ഈ ഭൂമി ലോകത്ത് നിന്ന് അവനെ മയ്യിത്തായിട്ട് കടന്നു പോകുമ്പോ ഈ ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്നോ ഈ ദുനിയാവിന്റെ വിഷമങ്ങളിൽ നിന്നും അവന് രക്ഷപ്പെട്ടവനാണ്. അത് മാത്രമല്ല, ഇലാ റഹ്മത്തില്ലാ,
അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്, കാരുണ്യത്തിന്റെ കവാടം തുറന്നു കൊടുത്തുകൊണ്ട് അള്ളാഹു അവന്റെ നിതാന്തമായ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുകയാണ്. അങ്ങനെ സമാധാനത്തോടുകൂടെ പോകുന്ന മനുഷ്യനാണ് മുസ്തരീഹ എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചവനാണ്. അതെല്ലാം ക്ഷമയോടുകൂടെ സ്വീകരിക്കുകയോ അള്ളാഹു തന്നതാണ് എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കുകയും അതോടൊപ്പം അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ മുഴുവനും മനസ്സിലാക്കി അതിനെ നന്ദി ചെയ്തുകൊണ്ട് ജീവിച്ചവനാ. പ്രാരാബ്ദങ്ങളോ പ്രയാസങ്ങളോ ജോലി തിരക്കുകളോ പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കിയവനല്ല. അവന്റെ ബിസിയുടെ കാരണങ്ങൾ പറഞ്ഞ് നിസ്കാരത്തെ മാറ്റിവെച്ചവനല്ല. എല്ലാ പ്രയാസങ്ങളുടെ നടുവിലൂടെ അവന് കടന്നു പോകുമ്പോഴും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ കൊണ്ട് റബ്ബിന് നന്ദി ചെയ്യാൻ, അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സമയം ചിലവഴിച്ചവനാണ്. അവൻ ഈ ദുനിയാവാകുന്ന പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവനാ. അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് മടങ്ങിയവനാണ്. ഇനി അവന് സമാധാനമാണ്. ശാന്തിയുടെ ലോകത്താണ്, സമാധാനത്തിന്റെ ലോകത്താണ്. ശാശ്വതമായ സ്വർഗീയ കവാടം അള്ളാഹു അവന് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ പോകുന്ന മനുഷ്യൻ ഒന്നുകിൽ ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ സമാധാനത്തിലേക്ക് മടങ്ങിയവനാണ്. രണ്ടാമത് മുത്തുനബി പറഞ്ഞത് അതല്ലെങ്കിലോ അവൻ പോയതിന്റെ സമാധാനം ജനങ്ങൾക്കാണ് ഉണ്ടായത്. അവൻ പോയതുകൊണ്ട് ജനങ്ങൾക്ക് സന്തോഷമായി, ജനങ്ങൾക്ക് സമാധാനമായി. അങ്ങനെയുള്ള വിവാദക്കാരെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചുകൊണ്ട് സഹാബത്തിനോട് പറയുന്നു, വൽ അബ്ദുൽ ഫാജിറു, തെമ്മാടിയായ തോന്നിവാസിയായ മനുഷ്യനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന നാട്ടിലെ സർവ്വ ജനങ്ങൾക്കും അവൻ പോകലോടുകൂടെ സമാധാനമാണ്. ആ നാടിന് തന്നെ സമാധാനമാണ്. ആ നാട്ടിലുള്ള പടവൃക്ഷങ്ങൾക്കും അവിടെയുള്ള ജീവജാലങ്ങൾക്ക് വരെ സമാധാനം നൽകുന്നതാണ്. അവരുടെ ടെൻഷൻ മാറാൻ ഈ മനുഷ്യനൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിലെന്ന്, അവനൊന്ന് പെട്ടിരുന്നുവെങ്കിലെന്ന് ജനങ്ങൾ ആശിച്ചവരാണ്. ഈ രണ്ടാമൊരു സമാധാനത്തോടുകൂടെയാണ് ഏതൊരു മനുഷ്യനും ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഒന്നുകിൽ അവന്റെ സമാധാനം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്ന സമാധാനമാണ്. അതല്ലെങ്കിൽ രണ്ടാമത് ലഭിക്കുന്ന സമാധാനം അവനല്ല, അത് ജനങ്ങൾക്കുള്ള സമാധാനമാണ്. അവനൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിലെന്ന്, മരണപ്പെട്ട് കിട്ടിയിരുന്നെങ്കിലെന്ന് ജനങ്ങൾ ആശിക്കുന്ന രൂപത്തിലാണ് അവൻ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള മനുഷ്യനായിട്ടായിരിക്കും ഒന്നുകിൽ അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. നമുക്കെല്ലാവർക്കും അതുപോലെയുള്ളവരായ ആളുകളെ ചിലപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് പറയാൻ കഴിയും. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കുന്ന, ആ നാടിന് തന്നെ സമാധാനം ഉണ്ടാക്കുന്ന ആൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട് എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്, അവിടെ അല്ലാഹുവിന്റെ റസൂൽ അടുത്തതായി എടുത്തു പറയുന്നത് പടവൃക്ഷങ്ങൾക്ക് വരെ സമാധാനമാണ്, അവിടെയുള്ള മൃഗങ്ങൾക്ക് വരെ സമാധാനമാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു നാട്ടിലും ഏതൊരു സമുദായത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, വലിയ വിപത്തുകളും അതുപോലെ മുസീബത്തുകളും ഇറങ്ങുന്നത് അവിടെയുള്ള ജനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ്. അവിടെയുള്ള ജനങ്ങളെ തോന്നിവാസികളാണെങ്കിൽ, അവിടെയുള്ളവര് തെമ്മാടികളാണെങ്കിൽ, മോശമായ പ്രവണതകളുമായി കള്ളിന്റെയും കഞ്ചാവിന്റെയും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടു പോയവരാണെങ്കിൽ ആ നാട് തന്നെ നശിക്കാൻ അവര് കാരണമാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ ഇബ്നു കസീർ തങ്ങൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഒരു മനുഷ്യൻ തോന്നിവാസിയായ തെമ്മാടിയായ മനുഷ്യൻ രക്ഷപ്പെട്ടാൽ അത് ജനങ്ങൾക്ക് മാത്രമല്ല സമാധാനം നൽകുന്നത്, ആ നാടിന് മാത്രമല്ല സമാധാനം നൽകുന്നത്, ആ നാട്ടിലുള്ള പടവൃക്ഷങ്ങൾക്ക് സമാധാനമാണ്, അവിടെയുള്ള സസ്യങ്ങൾക്ക് സമാധാനമാണ്, അവിടെ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് സമാധാനമാണ്. കാരണം അവിടെ അവര് ജീവിച്ചിരുന്നാൽ അള്ളാഹുവിന്റെ കോപം ആ നാട്ടിലിറങ്ങുന്നതാണ്, അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുന്നതാണ്. ഭൂമി കുലുക്കങ്ങളും പ്രയാസങ്ങളും അദാബുകളും ആ ഭൂമിയിൽ ഇറങ്ങാൻ അവന് കാരണമാ. അവൻ മരണപ്പെട്ടു കിട്ടിയാൽ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് ആ നാടും ആ നാട്ടുകാരും അവിടെയുള്ള മൃഗങ്ങളും വൃക്ഷങ്ങളും എല്ലാം രക്ഷപ്പെട്ടു പോകുമെന്ന് മഹാനായ ഇബ്നു കസീർ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഭൂമി ലോകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ദിവസം നാം ഓരോരുത്തരും മരണപ്പെട്ടു പോകേണ്ടവരാണ്. ആ പോകുന്ന ദിവസത്തിൽ നമുക്ക് സമാധാനമുണ്ടോ, അതല്ല ജനങ്ങൾക്കാണോ സമാധാനമുള്ളത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ ലഹരി പദാർത്ഥങ്ങളുമായി കടന്നു പോകുന്നവർ, അതുപോലെ മോശമായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളുമായി കടന്നു പോകുന്നവർ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മരണപ്പെടുന്ന സമയത്ത് അവനൊന്നും മരണപ്പെട്ടു കിട്ടിയല്ലോ എന്നാണോ ജനങ്ങൾ നമ്മളെ കുറിച്ച് പറയാനുള്ളത് എന്ന് നാം ഓരോരുത്തരും ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മളെ കുറിച്ച് മരണപ്പെടുന്ന സമയത്ത് നല്ല വർത്തമാനങ്ങളാണ് പറയുന്നത് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടവരാ. മരിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് അവൻ കള്ളുകുടിയനാണ്, അവൻ വലിയ തോന്നിവാസിയാണ്, ഒരുപാട് മോശമായ പ്രവർത്തനം ചെയ്തവനാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് എങ്കിൽ നിന്റെ പരാജയത്തിന്റെ തുടക്കമാണ്. വിഷയത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ദുനിയാവിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരുന്നത് കരഞ്ഞുകൊണ്ടാണ്, പ്രയാസത്തിന്റെ ലോകത്തേക്കാണ്, വിഷമങ്ങളുടെ ലോകത്തേക്കാണ്, നിതാന്തമായ ലോകത്തേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് വളരെ തുച്ഛമായ ഈ കാലഘട്ടം അല്ലാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്ന്, വിഷമങ്ങൾ എനിക്ക് വരില്ല എന്ന് ആരും വ്യാമോഹിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കാണാം. അം ഹസിബതും, നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് നിങ്ങൾ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടോ? നിങ്ങൾ വെറുതെ സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വലമ്മായതികും മതലുല്ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ എത്രയെത്ര ജനതയാണ്, എത്ര സമൂഹമാണ് ലോകത്ത് നിന്ന് കഴിഞ്ഞു പോയത്. അവർക്കെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളാണ് അല്ലാഹു കൊടുത്തത്. മസ്സതുഹുൽ ബഅസാ വല്ലറാ, ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചവരില്ലേ, പ്രയാസങ്ങൾ കൊടുത്ത് പരീക്ഷിച്ചവരില്ലേ. അതേ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്ന എത്ര ആളുകളാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എത്രയാണ്, കഴിഞ്ഞുപോയ സമുദായത്തിൽ എത്ര ആളുകളാണ്. അവരെ പോലെയുള്ള അദാബുകളും പ്രയാസങ്ങളും അത്ര കടുപ്പത്തിൽ മുത്തുനബിയുടെ സമുദായത്തിൽ നൽകുന്നില്ലെങ്കിലും അല്ലാഹു നൽകിയ പ്രയാസങ്ങളും വിഷമങ്ങളും ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ സ്വർഗത്തിലെത്താൻ അത് കാരണമാവുകയില്ല. അതാണല്ല പറഞ്ഞത്, വെറുതെ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നിങ്ങൾ ഭാവിക്കണ്ട. കഴിഞ്ഞുപോയ സമുദായത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട പല പരീക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും വന്നേക്കാം. ദാരിദ്ര്യമുള്ള ജീവിതം വന്നേക്കാം, പ്രയാസങ്ങളുള്ള ജീവിതങ്ങൾ വന്നേക്കാം. അവിടെയൊക്കെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവാണ് നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. കഴിഞ്ഞുപോയ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്ന പ്രയാസങ്ങൾ പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അതിന്റെ ഒരംശം പോലും നമ്മൾ ആരും അനുഭവിക്കുന്നില്ല. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ് നമ്മുടെ തളികയിലുള്ളത്. അതുപോലെ മണിമാളികയുള്ള വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. വലിയ വലിയ സൗകര്യങ്ങളുള്ള നാട്ടുകാരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് പഴയ കാലത്ത് ജീവിച്ചിരുന്നവർ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെ തലങ്ങളിലൂടെ കടന്നുപോയവരാണ്. അവരുടെ
പ്രയാസങ്ങൾ എത്ര വലുതാണ്. മുത്തുനബിയുടെ ജീവിതം തന്നെ എടുത്തു പരിധി നോക്കിയാൽ ആ ഹബീബിന്റെ ജീവിതത്തിൽ തന്നെ എത്ര ദിവസമാണ് പട്ടിണി കിടന്നത്. ഖുറൈശികളായ മക്കാ മുശ്രിക്കീങ്ങൾ അവർ ഉപരോധം ഏർപ്പെടുത്തിയപ്പോ ആരും ഭക്ഷണം കൊടുക്കാനില്ല, ഒരു സാധനം വിൽക്കാൻ പോലും കമ്പോളത്തിൽ പോകാൻ കഴിയുന്നില്ല, ആരും അത് വാങ്ങാൻ തയ്യാറാവുന്നില്ല. കാരണം അവരുമായി സംസാരിക്കുന്നവരെ, അവർക്ക് വെള്ളം നൽകുന്നവരെ, അവർ ഭക്ഷണം നൽകുന്നവരെ ആരുണ്ടെങ്കിലും അവരെല്ലാം അവർ പിടിച്ചെടുക്കുകയാണ്, അവരെ ദ്രോഹിക്കുകയാണ്. അതുകൊണ്ട് ആരും മുത്തുനബിയുടെ സമുദായത്തിന്റെ അരികിലേക്ക് സഹായവുമായി കടന്നു വരാൻ തന്നെ തയ്യാറാവുന്നില്ല. അത്ര വലിയ പ്രയാസങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. നേരത്തെ പറയേണ്ട കാര്യം അത്ര വലിയ പ്രയാസങ്ങൾ അവരനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരനുഭവിച്ചതിന്റെ ഒരംശം പോലും നമ്മളാരും അനുഭവിച്ചിട്ടില്ല എന്ന ബോധത്തോടുകൂടെ അള്ളാഹു നൽകിയതായ അനുഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മുടെ പ്രയാസങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട്, നമ്മുടെ വിഷമങ്ങൾ മാത്രം ഓർത്തുകൊണ്ട് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കാതെ അള്ളാഹു നൽകിയ എത്ര വലിയ അനുഗ്രഹം നമ്മുടെ മുന്നിലുണ്ട്, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി, ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ ആരോഗ്യമുള്ളവനാണെങ്കിൽ, ആമിനൻ ഫീ സിർബിഹി, അവന്റെ നാട്ടിൽ ജീവിക്കാൻ നിർഭയത്വമുള്ളവനാണെങ്കിൽ, ആരെയും പേടിക്കാതെ ഭയമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ ഒരു നാട്ടിൽ ജീവിക്കാൻ അവന് കഴിയുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻദഹു ഖൂതു യൗമിഹി, അവന്റെ ദിവസങ്ങളുടെ ഭക്ഷണങ്ങളും അവന്റെ ആവശ്യമായ സർവ്വകാര്യങ്ങളും അല്ലാഹു അവന് നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ മൂന്ന് കാര്യങ്ങളും അവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒന്നവന്റെ ആരോഗ്യമാണ്, അതുപോലെ രണ്ട് നിർഭയത്വത്തോടുകൂടെ ഒരു നാട്ടിൽ ജീവിക്കാൻ കഴിയുക എന്നതാണ്, മൂന്നാമത് അവന്റെ ഭക്ഷണപാനീയങ്ങളും വസ്ത്രങ്ങളും അവന്റെ കാര്യങ്ങളുമെല്ലാം അല്ല ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ, അവൻ ആ ദുനിയാവ് കീഴടക്കിയവനെ പോലെയാണ്. അത്ര വലിയ സൗഭാഗ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിരിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു ജീവിതം അവനിലുണ്ട്. അതോടൊപ്പം തന്നെ ആ നാട്ടിൽ ആരെയും ഭയപ്പെടാതെ സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം അവനുണ്ടെങ്കിൽ, ഒരു ദിവസം പോലും ദാരിദ്ര്യത്തിലേക്ക് പോകാതെ എല്ലാ ദിവസവും ആവശ്യമായ ഭക്ഷണം അവനല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ, അവനാണ് ഈ ദുനിയാവിൽ എല്ലാം കീഴടക്കിയവൻ. അവനെല്ലാം അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് അവന് നന്ദി ചെയ്യുന്നവരായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ചുകൊണ്ട് നന്ദിയുള്ള അടിമകളായി നമ്മൾ മാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി പറയുകയാണ്, ഇന്നഹു ലം യുതഅബുദു ശൈഅൻ ബഅദൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചുകൊണ്ട് ഒരു മുഅ്മിനായി ജീവിക്കാനുള്ള ഒരു മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയെങ്കിൽ, ആ വലിയ സൗഭാഗ്യം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആഫിയത്തുള്ള ജീവിതം എന്ന് പറയുന്നത്, ആരോഗ്യമുള്ള ജീവിതം. ഈ രണ്ട് ജീവിതവും വിശ്വാസത്തോടെ അല്ലാഹുവിനെ അനുസരിക്കാൻ കഴിയുന്ന ഉറച്ച വിശ്വാസവും ആരോഗ്യവുമുള്ള ഒരു മനുഷ്യനാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നതെങ്കിൽ, ആ ആരോഗ്യം കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യരായി നമ്മൾ മാറണം. മുത്തുനബി പറയുകയാണ്, വഇന്നാ ലനസ്അലുല്ലാഹൽ യഖീന വൽ ആഫിയ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്, ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, മരണം വരെ ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് നിരന്തരമായി ദുആ ചെയ്യലോടൊപ്പം ആ ദുആയിൽ അവൻ കൂട്ടിച്ചേർക്കേണ്ടത് ആരോഗ്യമുള്ള ജീവിതം, നല്ല വിശ്വാസവും ആരോഗ്യമുള്ള ജീവിതവും ജീവിതത്തിലുടനീളം നീ നൽകണേ എന്ന് നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന വളരെ തുച്ഛമായ ഈ കാലഘട്ടത്തിൽ, വളരെ തുച്ഛമായ ജീവിതം നയിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ അല്ലാഹു നൽകിയ ആരോഗ്യത്തെ അവന്റെ മാർഗത്തിലായി ചിലവഴിക്കുക, അവനെ ഇബാദത്ത് ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാകാൻ ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹുവിനെ ഭയക്കുന്നവരായി, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം. അതോടൊപ്പം തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അല്ലാഹുവിനെ ഭയമില്ലാത്തവരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 അടയാളങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ അടയാളം അവൻ ജീവിതത്തെ കുറിച്ചുള്ള പേടിയാണ്, വിഷമമാണ്. എവിടെ നിന്നാണ് എന്റെ ഭക്ഷണം, നാളത്തെ കാര്യം എങ്ങനെയാണ്, നാളെ എങ്ങനെയാണ് എന്റെ കാര്യം നടന്നു പോകുന്നത്, നാളത്തെ ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന ആവലാതിയോടുകൂടെ, അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ, അല്ലാഹു തരുമെന്നുള്ള ബോധമില്ലാതെ നാളത്തെ കാര്യം ആലോചിച്ചുകൊണ്ട് വിഷമിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്നവർ അവർ അല്ലാഹുവിനെ ഭയമില്ലാത്തവരാണ് എന്ന് മഹാന്മാര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ അടയാളം ഹസദുൽ ഖൽഖി, ജനങ്ങളോട് അസൂയ വെക്കുന്ന മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങളോട് അസൂയ വെക്കുന്നവരായ ആളുകൾ അവരും അല്ലാഹുവിനെ ഭയമില്ലാത്തവരായ ആളുകളാണ്. മൂന്നാമതായി മഹാന്മാര് പറയുന്നത് ഉമ്മുൽ ജാഹ്, അധികാരത്തോടുള്ള മോഹമാണ്. അധികാരം കിട്ടണമെന്നുള്ള ആഗ്രഹം, പ്രസിഡന്റ് ആകണം, സെക്രട്ടറി ആകണം, അതല്ലെങ്കിൽ അതുപോലെ മുഖ്യമന്ത്രി ആകണം തുടങ്ങിയുള്ള അധികാരം മോഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരായ ആളുകൾ അവരും അല്ലാഹുവിനെ ഭയമില്ലാത്തവരാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും അല്ലാഹുവിനെ ഭയക്കുന്നവരായി, അല്ലാഹ് നൽകിയത് പ്രയാസമാണെങ്കിൽ അത് സഹിക്കാനും ക്ഷമിക്കാനും, അതോടൊപ്പം മറുഭാഗത്ത് അല്ലാഹ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങൾ കാണാനും റബ്ബിലേക്ക് എടുക്കാനും നന്ദിയുള്ള അടിമകളായി മാറാനും നാം തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറയുന്ന 7 കാര്യങ്ങൾ മഹാനവറുകൾ പറയുന്നത് കാണാം. അതിൽ ഒന്നാമത് പറഞ്ഞത് അമറനി ബിഹുബ്ബിൽ മസാഖീൻ, മുത്തുനബി എന്നോട് പറഞ്ഞത് മിസ്കീന്മാരായ പാവപ്പെട്ടവരായ ആളുകളെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. വദ്ദുനുവി മിൻഹും, അതുപോലെ തന്നെ ആ പറയപ്പെട്ട മിസ്കീന്മാരായ പാവപ്പെട്ടവരായ ആളുകളെ സ്നേഹിക്കാനും അവരെ കൂടെ നിർത്താനും അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനും അവരുടെ പ്രയാസങ്ങൾ അകറ്റാനും അവരുടെ കൂടെ നമ്മൾ ഉണ്ട് എന്ന ബോധം നമുക്ക് കൊടുക്കാൻ കഴിയുന്നവരായി മാറണമെന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. അതോടൊപ്പം മുത്തനബി പറഞ്ഞു എന്നോട് വാമറനി, എന്നോട് കൽപ്പിച്ചു അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി, എന്നെക്കാളും താഴേക്കിടയിലുള്ളവരായ ആളുകളിലേക്ക് നീ നോക്കാവൂ. പാവപ്പെട്ട ആളുകൾ നമ്മളെക്കാളും താഴെ നിലവാരത്തിലുള്ളവരുണ്ട്, തെരുവോരങ്ങളിൽ താമസിക്കുന്നവരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവരുണ്ട്, അവരിലേക്ക് നിങ്ങൾ നോക്കണം. അല്ലാതെ നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് വല അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, നിങ്ങളുടെ മുകളിൽ താമസിക്കുന്ന വലിയ സമ്പന്നരായ വലിയ വലിയ വാഹനങ്ങളിൽ പോകുന്നവരായ ആളുകളിലേക്ക് നോക്കി അസൂയ വെക്കാതെ, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം പോലും നൽകിയിട്ടില്ലാത്ത എത്ര പാവങ്ങളാണ് നിങ്ങളുടെ താഴെയുള്ളത്, തെരുവോരങ്ങളിൽ താമസിക്കുന്നത്, അവരിലേക്ക് നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.